തിന്നാറുണ്ട്, അങ്ങനെ വല്ലപ്പോഴൊരിക്കലേ തിന്നാറുള്ളൂ. അടുപ്പിച്ച് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും അങ്ങനെ തിന്നാറ്. തീർച്ചയായിട്ടും ജീവൻ നിലനിർത്താൻ കഴിക്കണമല്ലോ. ഭക്ഷണം ഏതായാലും കിട്ടും, കഴിക്കണം. ഇഷ്ടമുള്ള ഭക്ഷണമാണ്, എല്ലാ മാസവും കഴിക്കും. ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ കഴിക്കാറുമുണ്ട്, എൻ്റെ കടയിൽ വിൽക്കാറുമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്നത് കേരളീയരാണ്. മൃഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ പശു, ആട്, കോഴി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിക്കാമെന്നാണ്. അതിനുവേണ്ടിയാണ് ദൈവം ഇത് സൃഷ്ടിച്ചേക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. അതേപോലെ നമുക്കറിയില്ല. കന്നുകാലികളിനെ അറക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ നല്ലതാണ്. കാരണം കന്നുകാലിനെ ഇറക്കുമ്പോൾ നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്ത് ഇറക്കണം. കാരണം ഈ ആനിമൽ റൈറ്റ്സ് ഈസ് എ പ്രീസിഡൻറ്റ് ടു ഹ്യൂമൻ റൈറ്റ്സ്. അറവ് നിയന്ത്രണം, ഇല്ലീഗൽ സ്ലോട്ടർ ഹൗസസ് നിരോധിക്കുന്നതിനെക്കുറിച്ചൊരു എതിർപ്പുമില്ല. ഇതിപ്പോൾ നമ്മളിത് ഓൾ ഇന്ത്യ ലെവലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് BJPയുടെ ഒരു ഗ്രാമീണ ഹിന്ദുത്വ തത്വം കൊണ്ടുവരുന്നൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ലോട്ടർ ഹൗസ് ബാൻ ചെയ്യുന്നത്. UP-യിൽ നോക്കുവാണെങ്കിൽ ഗോമാതാവിനെ ബഹുമാനിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് കേരളത്തിൽ നടക്കത്തില്ല. ഇവിടെ പൊറോട്ടയും ബീഫെന്നും പറഞ്ഞ ഒരു ലവ് സ്റ്റോറിയാണത്. കേരളത്തെ പോലുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകളുണ്ടാക്കും. കന്നുകാലികളെ സ്ലോട്ടറിന് വേണ്ടി വെക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല എന്നുള്ള ഉത്തരവ് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ക്ഷീര കർഷകർ വളരെയധികം കഷ്ടപ്പെടും. കാരണം പാലിന് വേണ്ടി മാത്രമല്ല കേരളത്തിൽ കന്നുകാലികളെ വളർത്തുന്നത്. അത് പുറത്തെടുക്കാറ് കേരളത്തിൽ നടക്കില്ല, വെറുതെയാണ്. അൾട്ടിമേറ്റ്ലി ജനങ്ങളാണ് ഗവൺമെന്റ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് തിരിച്ച് ജനങ്ങളുടെ ഭക്ഷണം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കാവുന്ന കാര്യമാണ് തോന്നുന്നില്ല. അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആണ് അവർ നിയന്ത്രണം വച്ചേക്കുന്നത്. അപ്പോൾ അത് അവരുടെ നിയന്ത്രണം എന്ന് പറയുമ്പോൾ അവർ ഭരിക്കുന്ന സംസ്ഥാനമാകുമ്പോൾ അവർ പറയും പോലെ നടക്കുള്ളൂ. കേരളത്തിൽ അവരല്ലല്ലേ ഭരിക്കുന്നത്, ഇടതുപക്ഷമല്ലേ ഭരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ അതിന് അംഗീകാരം കൊടുക്കുമെന്നുള്ളത് എനിക്ക് അത്ര അറിയില്ല. അതിനെപ്പറ്റി ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ മോനെ. പിന്നെ അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയാ. ഒരിടയ്ക്ക് ഇത് തിന്നാൻ പാടില്ല എന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്. പിന്നെ അതിനുശേഷം എനിക്ക് അറിയാൻ പാടില്ല. തീർച്ചയായിട്ടും നടക്കില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് കേരളീയർക്ക് ഏറ്റവും കൂടുതൽ ഇതുള്ളത് ബീഫിനോടാണ്. പാടില്ല കഴിക്കാതിരിക്കില്ല, നമ്മൾ കഴിക്കും, അത് ഉറപ്പാണ്. അല്ല, കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. ഇതിനർത്ഥമല്ല നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റുള്ളൂ, നമ്മൾ സ്വന്തമായിട്ട് ഇറക്കാൻ പറ്റില്ല. ബീഫായാലും ചിക്കനായാലും ഇന്ന് തന്നെ വേണമെന്നില്ല. നമുക്ക് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് തൃപ്തി അടയാണ്. അവൈലബിൾ അല്ലെങ്കിൽ മാത്രമേ കഴിക്കാതിരിക്കാൻ സാധ്യതയുള്ളൂ. നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കഴിച്ചിരിക്കും. കാരണം ഇപ്പോൾ വർഷങ്ങളായിട്ട് ബീഫ് കഴിക്കുന്നവരൊക്കെ തന്നെയാണ് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ആഹാരമാണ്. കിട്ടിയാൽ കഴിക്കും. അത് തന്നെ മലയാളികളുടെ ഒരു നേച്ചറാണല്ലോ. അതൊക്കെ നിയമം വരും, എല്ലാ ആൾക്കാരും കഴിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും കഴിക്കാതിരിക്കില്ല. നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം, ഒരു മനുഷ്യൻ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഉത്തരവ് ഒരിക്കലും ഒരു ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞേക്കണം ഇത് ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞേക്കണം. ബീഫ് ഉണ്ടെങ്കിൽ ഞാൻ വിറ്റിരിക്കും. ബീഫ് കേരളത്തിലുണ്ടെങ്കിൽ ഞാൻ വിറ്റിരിക്കും. അത് ഞാൻ കഴിക്കുകയും ചെയ്യും. കിട്ടുമെങ്കിൽ കഴിക്കും. ഇപ്പോൾ 1000 രൂപയാണ്. ഇപ്പോൾ 300 രൂപക്കാണ് ഒരു കിലോ ഇറച്ചി വിൽക്കുന്നത്. ഇപ്പോൾ 1000 രൂപയാണെങ്കിൽ അത് മേടിച്ച് കഴിക്കാതിരിക്കാൻ പറ്റുള്ളൂ. ബീഫില്ലാണ്ട് നമുക്ക് എനർജി കിട്ടാറില്ല.